നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ആദർശം കിരണും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ആദർശ് പറഞ്ഞു, കമ്പനിയെ താർക്കുക മാത്രമല്ല കുടുംബത്തെ കൂടെ താർക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, നീ പേടിക്കണ്ട, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയാലോ. ആ ഗംഗാപ്രസാദ് കാരണം ഞാൻ കുറെ പ്രശ്നങ്ങൾക്ക് നടുവിലായിപ്പോ നിൽക്കുന്നേ. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരാന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, വേണം. ഈ എൻ ജ്വല്ലറി ഉണ്ടല്ലോ, അവരെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം. അവരുടെ പണത്തിന്റെ സോഴ്സ് എവിടുന്ന, അത് മാത്രല്ല ഈ എൻ ജ്വല്ലറിയുടെ പിന്നിൽ വേറെ ആരെങ്കിലും നമ്മൾ എതിർക്കാണ്ട് നിൽക്കുന്നുണ്ടോ, അവരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അവരെ കുറിച്ച് കൂടുതലുള്ള കാര്യങ്ങൾ, അവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്ന പോലുള്ള സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരടാന്ന് പറഞ്ഞു. നിനക്കറിയാലോ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എന്നെ കൊണ്ട് അധികം ഇങ്ങോട്ട് കടന്ന് ചിന്തിക്കാനൊന്നും പറ്റുന്നില്ലടാ. നയന ഇല്ലാത്തോണ്ട് നയനയെ കുറിച്ച് ഓർത്തുള്ള സങ്കടങ്ങളും കാര്യങ്ങളും എനിക്ക് വേറെ ഉണ്ടെന്ന് പറഞ്ഞു. എടാ ആദർശേ, അങ്ങനെയാണ് നിനക്ക് വീട് വിട്ടു പോകുന്ന സമയത്ത് അവളെയും കൂടെ കൂട്ടാൻ വരായിരുന്നോ? എന്നിട്ടോ ഞങ്ങളുടെ അങ്ങോട്ടേക്ക് വരാൻ വരായിരുന്നോ? നമുക്ക് ഒരുമിച്ച് അവിടെ നിൽക്കായിരുന്നല്ലോ, പൊരുതായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതൊന്നും ശരിയാകത്തില്ലടാ. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എനിക്ക് അവളെ കൂട്ടാൻ പറ്റില്ല. ഞാൻ വീട് വിട്ടു പോകുന്നത് ഇനിയിപ്പോ തന്നെ വീട്ടുകാർക്ക് നല്ല സങ്കടമുണ്ട്. അവർക്ക് എന്നെ കുറിച്ച് ഓർത്ത് വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് തിരികെ കയറുന്നുണ്ടെങ്കിൽ മുത്തശ്ശന്റെ മുന്നിൽ ഉയർത്തി നിൽക്കാൻ പാകത്തിന് വേണമെന്ന്. അല്ലടാ, ഇനിയിപ്പൊ അടുത്ത MD ആരാന്ന് തീരുമാനിച്ചോ? അതെനിക്ക് അറിയില്ലടാ കിരണേ. പക്ഷേങ്കില് അത് അനി ആവണമെന്ന് എന്റെ പ്രാർത്ഥന. എടാ, അതിന് അനിക്കാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടോ? അവന് ഇപ്പൊ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ അവൻ നന്നായിട്ട് നോക്കുന്നു എന്നല്ലാതെ കഴിയും പ്രാപ്തിയൊക്കെ അത് തനിയെ ഉണ്ടായിക്കോളും. പക്ഷെങ്കിൽ വേറെ ആരും ആവാനായിട്ട് പാടില്ല. അനിയാവണം എന്നാണ് എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു. മുത്തശ്ശൻ എന്താന്ന് വെച്ചാൽ മുത്തശ്ശൻ തീരുമാനിക്കട്ടെ. മുത്തശ്ശന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം കാണല്ലോ. പക്ഷേങ്കിൽ എനിക്ക് മുത്തശ്ശന്റെ മുന്നിലേക്ക് ചെല്ലണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തെളിയിച്ചിട്ട് വേണം ചെല്ലാനായിട്ട്. പക്ഷെ എനിക്ക് ഇനിയിപ്പോ MD സ്ഥാനം തിരികെ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. എന്റെ നിരപരാധിത്വം എനിക്ക് ബോധ്യപ്പെടുത്തണം, അത് മാത്രമേ ഉള്ളൂ. കിരൺ പറഞ്ഞു, സാരമില്ല, നിനക്കറിയാലോ എന്റെ അവസ്ഥയൊക്കെ. ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ സഹായിക്കാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചു മുന്നോട്ട് പോകാം. ഉറപ്പായിട്ടും നിന്റെ മനസ്സിൽ ആഗ്രഹം പോലെ നടക്കും എന്നൊക്കെ കിരൺ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ മുത്തശ്ശൻ ഹാളില് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ജലജ അഭിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്താണ് ദേവേനിയുടെ ജയന്റെ വരവ്. അങ്ങനെ ദേവേനി വന്നിട്ട് മുത്തശ്ശനോട് പറഞ്ഞു, മുത്തശ്ശ, ആദർശ് വീട് വിട്ടുപോയി. പക്ഷെ മുത്തശ്ശൻ തടഞ്ഞില്ല. അതിനേക്കാളും വലിയ തെറ്റ് ചെയ്ത ഇതേ അബി ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അബിയെ പോലും അച്ഛനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാ ആദർശിനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേന്ന് ചോദിച്ചു. കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അതിന് ഞാൻ അവനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലല്ലോ. അവനോട് ഞാൻ ഇവിടുന്ന് പോകാനായിട്ട് പറഞ്ഞോ? ഞാൻ പോകാൻ പറഞ്ഞില്ലല്ലോ, അവൻ സ്വയം ഇഷ്ടപ്രകാരം പോയതല്ലേന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, എന്നാലും അവൻ പോയപ്പോ അച്ഛനൊന്നും തടയേ പോലും ചെയ്തില്ലല്ലോ. അച്ഛൻ എന്തുകൊണ്ടാ തടയാത്തെ? അവനോട് പോവണ്ടെന്ന് പറയായിരുന്നല്ലോ. അവന് ആത്മാഭിമാനം ഉള്ളവനാ, അതുകൊണ്ട് അവൻ ഇവിടെ നിൽക്കാത്തെ. അച്ഛന്റെ മുഖത്ത് നോക്കാൻ അവന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും അച്ഛനൊന്ന് പറയുമായിരുന്നെങ്കിൽ അവൻ ഇവിടെ നിന്നേനെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു, ആത്മാഭിമാനം എന്നെന്ന് എല്ലാവർക്കും ഉണ്ട് ദേവേനി. നിനക്കറിയത്തില്ലാത്തോണ്ടാ. ഞാൻ ഇനിയിപ്പോ ആൾക്കാരുടെ മുന്നിൽ എങ്ങനെ തലയെടുപ്പോടെ നിൽക്കും? നിനക്കറിയാലോ, കുറച്ച് സ്വർണ്ണ ബിസിനസ്സുകാർ ഒത്തുകൂടുന്ന ഒരു ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ എന്നെ കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പാ, ഒരു ബഹുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇനി അവിടേക്ക് ചെല്ലാൻ എനിക്ക് പറ്റില്ല. അവിടെ എൻ ജ്വല്ലറിയുടെ MD ആയിരിക്കും കയറിയിരിക്കാൻ പോകുന്നത്. അയാൾക്കായിരിക്കും എല്ലാവരും ഇനിയിപ്പം ബഹുമാനമൊക്കെ കൊടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നാണം കെട്ട അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നേ. എന്നിട്ട് പോലും ഞാൻ പിടിച്ചിരിക്കുന്നില്ല. ഒരു പക്ഷേങ്കിൽ അവൻ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒടുവിൽ അവനോട് ഞാൻ തന്നെ ചിലപ്പോൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാനോ. ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു, അച്ഛാ, എന്തൊക്കെ പറഞ്ഞാലും ശരി, അവനൊരു തെറ്റ് ചെയ്തു, സമ്മതിച്ചു. പക്ഷെ അതിനേക്കാളും കുറെ തെറ്റ് ചെയ്തിട്ടുള്ളവനാണല്ലോ ഈ നിൽക്കുന്ന അബി. എന്നിട്ട് അവനോട് ഇതുവരായിട്ട് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവനിപ്പോഴും ഈ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം എന്താ അച്ഛൻ തരാത്തേന്ന് ചോദിച്ചു. മുത്തശ്ശൻ പെട്ടെന്ന് പറഞ്ഞു, ഇതുപോലെ കുറെ ചോദ്യം ചെയ്തൊക്കെ അവളും എന്നോട് ചോദിക്കുന്നുണ്ട്. വസുന്ധര എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ ചാടി എഴുന്നേറ്റു. കയ്യിലിരുന്ന ആ ചെറു ചൂടുവെള്ളം അബിയുടെ മുഖത്തേക്ക് ഒറ്റ ഒഴിക്കായിരുന്നു. അബി ഞെട്ടിപ്പോയി. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, കണ്ടില്ലേ, ഈ വെള്ളത്തിന് ചെറിയ ചൂടേ ഉള്ളൂ, ഇത് ഞാൻ കുടിച്ചതിന്റെ ബാക്കിയാ. എന്നിട്ട് അവന്റെ അത് മുഖത്തേക്ക് ഒഴിച്ചു. എന്നിട്ട് പോലും അവൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഇതുപോലെ അവന്റെ കാര്യം നമ്മൾ എത്ര ആട്ടിയാലും തുപ്പിയാലും അവൻ പോകത്തില്ല. ആത്മാഭിമാനം എന്നൊന്നും ഇവനില്ല. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവന്റെ സ്ഥാനത്ത് ആത്മാഭിമാനമുള്ള ആരാണെങ്കിലും ഇറങ്ങിപ്പോയനം. പക്ഷെ നിന്റെ മോൻ അങ്ങനെയല്ല ദേവേനി. അവന് ആത്മാഭിമാനമുണ്ട്.
അവന് ഈ വീട്ടിൽ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ ഈ വീട് വിട്ട് പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു, അതൊക്കെ സമ്മതിച്ചാ, പക്ഷേങ്കില് അവൻ പോയതുകൊണ്ട് വിഷമിക്കുന്ന ഒരാളുണ്ട് ഈ വീട്ടിൽ, അവന്റെ ഭാര്യയായ നയനമോള്. അവളുടെ സങ്കടം കണ്ടിരുന്ന് നടിക്കാനായിട്ട് അച്ഛന് പറ്റുമോ? അവളുടെ കരച്ചിൽ എനിക്ക് സഹിക്കുന്നില്ല. അതെല്ലാം കേട്ടിഞ്ഞപ്പോൾ മുത്തശ്ശൻ മറുപടി ഒന്നും പറഞ്ഞില്ല. മുത്തശ്ശൻ മറുപടി ഒന്നും പറയാതെ അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, കണ്ടില്ലേ അച്ഛൻ അങ്ങോട്ട് പോയതുണ്ടോ? ജയൻ പറഞ്ഞു, നീ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അച്ഛന്റെ സ്വഭാവം അറിയാലോ നിനക്ക്. പോരാതെ വലിയൊരു അസുഖത്തിൽ നിന്ന് അച്ഛൻ റിക്കവറായി വന്നുള്ളൂ. ഇനിയിപ്പോൾ അച്ഛന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഏട്ടത്തി പറഞ്ഞാൽ എന്താ ചേട്ടാ തെറ്റെന്ന് ചോദിച്ചു. നീ ഒരക്ഷരം പോലും മിണ്ടരുത്. ദേ നിന്റെ മോന്റെ മുഖത്തിപ്പ ചെറു ചൂടുവെള്ളം ഒഴിച്ചത്, പക്ഷേങ്കില് ഇനി നീ ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞാണല്ലോ തിളച്ച വെള്ളം രണ്ടിന്റെ മുഖത്തൊഴിക്കും, അത് ചെയ്യിക്കരുത് എന്നും പറഞ്ഞ് ദേവേനയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് പോയി. ഒട്ടും സഹിച്ചില്ല ജലജയ്ക്കും അഭിക്കൊന്നും അത്. പിന്നീട് ജലജ അഭിയോട് പറഞ്ഞു, എടാ കണ്ടില്ലേ അവർക്കിതൊന്നും സഹിക്കുന്നില്ല എന്ന് പറയാണ്. ഏട്ടത്തിക്ക് ആദർശ വീട് വിട്ടു പോയില്ലേ, MD സ്ഥാനം പോയില്ലേ, അതും പോരാഞ്ഞിട്ട് ഇനി പുതിയ MD ആയിട്ട് ഒരാൾ വന്നു കഴിയുമ്പോ ഏട്ടത്തിക്ക് അത് സഹിക്കുമോ? ഇത്രയും കാലം സ്വന്തം മോനിരുന്ന് കസാര നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ട് അതിന്റെ ഒരു ടെൻഷനാന്ന് പറയണം. ഇത് കേട്ടതും അഭി പറഞ്ഞു, എന്റെ അമ്മയ്ക്കറിയാവുന്ന കാര്യല്ലേ, ഏൻ ജ്വല്ലറിക്കാരിപ്പോ ശക്തരായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ മൂർത്തി ജ്വല്ലറി എന്നുള്ള ചെറിയൊരു പേര് മാത്രമായിട്ട് ഒതുങ്ങിപ്പോവും. അവര് കത്തി കയറിക്കൊണ്ടിരിക്കും ഏൻ ജ്വല്ലറിക്കാര്. മൂർത്തി ജ്വല്ലറി ഇനിയിപ്പൊ കാണത്തില്ല എന്ന് പറയണം. തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുമല്ലേ, ഇനി അവരുടെ തകർച്ച പൂർണ്ണമാവും. അമ്മ കണ്ടു, ഇനി ഇതിൽ കൂടുതലായിട്ടും വരാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടുകൂടി അഭി അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ആദർശിനെ കാണാനായിട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ചോദിച്ചു, എന്തൊക്കെയാ ആദർശേട്ടാ? ആദർശേട്ടൻ MD സ്ഥാനം രാജിവെച്ചതിന് ശേഷം മുത്തശ്ശനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ, അതുകൊണ്ടാണോ വീട് വിട്ട് ഇറങ്ങിയെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല നന്ദു, എനിക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മുത്തശ്ശനെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ സ്വയം എടുത്ത തീരുമാനം. എന്നെ ആ വീട്ടിൽ നിന്ന് ആരും ഇറക്കി വിട്ടതല്ല. നന്ദു പറഞ്ഞു, എന്നാലും ആദർശേട്ടൻ ഇറങ്ങി പോരേണ്ടിയിരുന്നില്ല. നയനേച്ചിയുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിയേ. പാവം, എനിക്കറിയാം നന്ദു, നയനയുടെ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റില്ല. ഈ സാഹചര്യത്തിൽ കൊണ്ട് നിർത്താന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതുപോലും തലയെടുപ്പോടുകൂടി തിരികെ അങ്ങോട്ട് ചെന്ന് കയറാൻ വേണ്ടിട്ടാ. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. മൂർത്തി ജ്വല്ലറി തകർക്കാൻ ശ്രമിച്ച ആരാന്ന് അതിന് വേണ്ടുന്ന പിന്തുണയൊക്കെ കിരൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം കിരണും എന്നോടൊപ്പം ഉണ്ട്. ഈ സമയം നന്ദു പറഞ്ഞു, ആദർശേട്ടൻ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാനും ചെയ്തുതരാം. നന്ദു, അവളെ കുറിച്ച് അന്വേഷിക്കണം. ആ ഗ്രീന എന്ന് പറയുന്ന പെൺകുട്ടി, ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ ദിവസം എനിക്ക് ജ്യൂസിനകത്ത് എന്തോ കലക്കി തന്ന അവളാണ്. അത് കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. നയനെ തന്നെ കുറെ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. ആരൊക്കെയോ വിളിച്ചു, പക്ഷെ എന്റെ ഫോൺ ബെല്ലടിക്കുന്നല്ല ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അമ്മാതിരി ഉറക്കുവാൻ ഞാൻ ഉറങ്ങിയത്. അപ്പൊ അവൾ ആരെന്ന് എന്തെന്നോ കണ്ടെത്തണം. മുമ്പേ വെച്ചാണ് അവളെ ഞാൻ പരിചയപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അവളെക്കുറിച്ച് അന്വേഷിക്കാൻ ആദർശേട്ടാ. പിന്നെ മുമ്പേ ആയതുകൊണ്ട് ഒരു പ്രശ്നമുള്ളൂ, സാരമില്ല. അവളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം. ഇതിന്റെ പിന്നിൽ ആരുടെയൊക്കെ കൈകളുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അതെ, എത്രയും പെട്ടെന്ന് പുറത്തു വന്നിട്ട് എനിക്ക് തിരികെ കയറണം അങ്ങോട്ടേക്ക്, വീട്ടിലേക്ക്. അതിന് വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നേന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, നിനക്കറിയാലോ നന്ദു, കമ്പനിയെ മാത്രം തകർക്കാനല്ല ഈ ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കുടുംബത്തെ കൂടെ തകർക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കണേ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് അഭിക്ക് പങ്കുണ്ടോ ആദർശേട്ടാ? അതെന്താ നന്ദു നീ അങ്ങനെ പറഞ്ഞു? അല്ല, കള്ളക്കടത്ത് സ്വർണ്ണം മൂർത്തി ജ്വല്ലറി വഴി വിറ്റഴിക്കാൻ ശ്രമിച്ചല്ലേ അഭി. ഇനിയിപ്പോൾ ആ AN ജ്വല്ലറിക്കാരും അഭിയും തമ്മിൽ എന്തെങ്കിലും ഡീലിങ്സ് ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണോ ഇനിയിപ്പം നവ്യേച്ചിനെ അവിടുത്തെ പരസ്യം മോഡലാക്കാനായിട്ട് അഭി സമ്മതിച്ചതെന്നും അറിയത്തില്ല. അത് കേട്ടപ്പോൾ ആദർശം നീ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞു. ആദർശേട്ടാ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടൽ ഒന്നിനെയും ഞാൻ. ഈ പറയുന്ന അഭിയെ ഞാൻ സ്ഥിരമായിട്ട് ജയിലിൽ കിടത്തും, പിന്നെ അവൻ പുറലോകം കാണത്തില്ല. നന്ദു ആരാന്ന് അവൻ അറിയാൻ പോകുന്നുള്ളൂ. ആദർശേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരിക്കും. അല്ല, അമ്മ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടണോ ആഹാരമൊക്കെ വെക്കാനായിട്ട്? വേണ്ടാന്നേ, ക്യാൻറ്റീനുള്ള ദാമുവേട്ടനുണ്ട്, ദാമുവേട്ടൻ ഇവിടെ എനിക്ക് ആഹാരമൊക്കെ വെച്ചുണ്ടാക്കി തന്നോളും. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട നന്ദു, പോയിക്കൊള്ളാൻ പറയാണ്. അങ്ങനെ നന്ദു വീട്ടിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദു വീട്ടിൽ വന്നു. ആ സമയം കനികയും ഗോവിന്ദനും ഒക്കെ നന്ദുവിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ആദർശേണ്ണ ഞാൻ പോയി കണ്ടായിരുന്നമ്മേ. ആദർശേണ്ണ നല്ല വിഷമത്തിലാ. എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയെങ്കിലും സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണമെന്ന് ആദർശേട്ടൻ വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാ. അതുകൊണ്ട് ആദർശേട്ടൻ ആ വീട് വിട്ടിറങ്ങിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കനക പറഞ്ഞു, നയനമോളുടെ കാര്യം ഓർത്തിട്ടാ. അതാ എനിക്കും വിഷമം. ആദർശേട്ടനോട് അതിനെക്കുറിച്ച് പറഞ്ഞതാ. പക്ഷെ എങ്കിൽ ആദർശേട്ടൻ പറഞ്ഞു, ഈ ഒരു സാഹചര്യത്തിൽ നയനേച്ചിയെ കൂടെ കൊണ്ടു നിർത്താൻ പറ്റില്ല എന്ന്. അതൊരു കണക്കിന് നല്ലതാ. അല്ല മോളെ, നിനക്ക് പറയാൻ മേലായിരുന്നോ
എങ്കിലും ആദർശനോട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഞാൻ വേണേ നയനമോൾക്ക് അവിടെ പോയാണെങ്കിലും കൂട്ടിരിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് വേണ്ട, ആദർശേട്ടൻ ഞാൻ ഇങ്ങോട്ടേക്കും വിളിച്ച ആദർശേട്ടൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അല്ല മോളെ, ഇവിടെ വരുവാണെങ്കിൽ നയനമോളെ കൂടെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കാലോ. ആദർശേട്ടൻ അതിന് താല്പര്യമില്ല. ആദർശേട്ടൻ പറയുന്ന അവിടെ നിൽക്കണമെന്ന് പറയണേ. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും കനക പറഞ്ഞു, മിക്കവാറും ആ ജലജിക്കോ അബിക്കോ ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുമായിരുന്നല്ലോ. അവർക്ക് ഭയങ്കര സന്തോഷമായി കാണും. അതിനേക്കാൾ സന്തോഷമായിരിക്കും അമ്മയുടെ മൂത്ത മോൾക്ക്. അവള് പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് പോയിരിക്കുമല്ലായിരുന്നു അവരുടെ. ഇനിയിപ്പോ ഏതൊക്കെയാന്ന് ആര് കണ്ടു, സാരമില്ല. ഒത്തിരി കാലമൊന്നും ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് അവർക്ക് അവിടെ പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. സത്യങ്ങളൊക്കെ പുറത്തു വരുന്നൊരു ദിവസം വരും. കണ്ടോമ്മേ, അതിനി അധികം താമസമില്ല. എല്ലാത്തിനും ഞാൻ ആദർശനോടൊപ്പം നിൽക്കുമെന്നും പറഞ്ഞിട്ട് നന്ദു അകത്തേക്ക് കയറിപ്പോയത്. ഇതേ സമയത്ത് അബിയുടെ അടുത്തേക്ക് ജലജ വന്നു. ജലജ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, എൻ്റെ അമ്മേ, ഇവിടെ എന്തൊരു കഷ്ടപ്പാടാ നമുക്ക്. എടാ ഒന്ന് മിണ്ടാതിരിക്കുക. ഇപ്പം ഏട്ടത്തി ഇത്രയും കഷ്ടപ്പാടൊക്കെ തന്നിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ ഒരുത്തിയുണ്ടല്ലോ, ആ കനകയെന്ന് പറയുന്നവള്, അവളെങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അതിനേക്കാളും വലിയ കഷ്ടപ്പാടായിരിക്കും തരാൻ പോകുന്നത്. എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് അവൾ ഒരു പരുവാക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവളെ വീട്ടിലേക്ക് വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. അവള് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ, ഇനിയിപ്പോ വിഷമിക്കൊന്നും വേണ്ട. മൂർത്തി ജ്വല്ലറി തകർച്ചയുടെ വക്കിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നേ. അതേ കാലമൊന്നും അവർക്ക് ഇങ്ങനെ അഹങ്കാരത്തോടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അത് മാത്രം ഏക ഒരു ആശ്വാസം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സന്തോഷിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ടേക്ക് വരുന്നേ. നയന് പറഞ്ഞ് സന്തോഷിച്ചോ, പക്ഷെ ഒരു കാര്യമുണ്ട്. നവ്യേച്ചി സത്യങ്ങളൊക്കെ അറിയുന്നോടാൻ വരെ നിങ്ങളുടെയൊക്കെ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും നവ്യേച്ചിയോട് പറയേണ്ടതായിരുന്നു. കൃത്യ ആ സമയത്ത് തന്നെ അച്ഛൻ വന്നില്ലായിരുന്നു, ഞാൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞേരം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളുടെ മുഖത്ത് ചിരിയൊന്നും കാണത്തില്ലായിരുന്നു. എല്ലാം സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. ഇപ്പോഴാണെങ്കിലും നവീച്ച് ആദർശേണ്ണ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട്. അനഘ എന്ന പെൺകുട്ടിയെ ചതിച്ചുകൊണ്ടാണ് ആദർശേണ്ണ ഇത്തരം ദുരന്തങ്ങളൊക്കെ ഉണ്ടായെന്ന്. അതൊക്കെ കേട്ടുകഴിഞ്ഞ പിന്നെ ആർക്കും സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നേ. എല്ലാം തുറന്നു പറഞ്ഞ് അങ്ങ് അവസാനിപ്പിച്ചാലും ഞാൻ പലപ്പോഴും കരുതിയതാ. അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, അതങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ചെയ്യരുതെന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാടാ, ഇതിന്റെയൊക്കെ പിന്നിൽ നിന്റെ കൈകൾ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ല. ആദർശാണ് ഒരു തെറ്റും ചെയ്യാതെ ആദർശാണ് കുറെ അനുഭവിച്ചത്. പക്ഷെ ഇനി അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് നയനെ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും ദേഷ്യത്തോടെ ജലജ പറഞ്ഞു, കേട്ടില്ലേ അവള് പറഞ്ഞിട്ട് പോയത്? അവൾ എങ്ങനെ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവൂടാ. പിന്നെ നിനക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അറിയാലോ. എന്റെ കാര്യം കട്ടപ്പകയാവും. തൽക്കാലത്തേക്ക് നീ നവ്യ എങ്ങനെയല്ലെന്ന് കൂടെ പിടിച്ചു നിർത്താൻ നോക്ക്. അവൾക്ക് ഇപ്പൊ വരുമാനമൊക്കെ ഉണ്ടല്ലോ, അതിലൊരു വിഹിതം നിനക്കും തരുന്നില്ലേ? അത് ശരിയാ, അതാ പറഞ്ഞത്. അവളെ ഇനിയിപ്പം അധികം വേദനിപ്പിക്കാതെ കൂടെ കൊണ്ടു നടക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് ആദർശ കമ്പനിയിലുള്ള ഒരാളെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, അല്ല അന്ന് ഞാൻ മുംബൈക്ക് പോയ സമയത്ത് അവിടെ എനിക്ക് ഗ്രീന എന്ന് പറയുന്നൊരു പെൺകുട്ടി അവളെ PRI ആയിട്ട് വന്നേ. അപ്പൊ അവളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ലാന്ന് പറയണ, PRI ആയിട്ട് അവിടെ ജോലിക്ക് കയറിയിട്ടില്ല എന്ന് പറയണ. അതാ പറഞ്ഞേ, അവളെ കുറിച്ച് അന്വേഷിക്കണം, അവൾ എന്താ ഏതാന്നൊക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അന്ന് ആ ഹോട്ടലിലെ CCTV ഫുട്ടേജ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവള് എങ്ങോട്ടാ പോയത് എവിടുന്ന വന്നതെന്നൊക്കെ അറിയാനായിട്ട് കൃത്യമായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ആദർശ് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.